എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ദേവയാനി ജലജയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പം ജലജയോട് ദേവയാനി പറയുവാണ്, ചന്തമോളുടെ മുഖത്ത് നോക്കുമ്പം ഒരു നിഷ്കളങ്കതയും പാവത്വം ഒക്കെ ഉണ്ട് എന്ന്. അന്നേരം ജലജ പറയുന്നുണ്ട്, എങ്കിൽ ഏട്ടത്തി അങ്ങ് സ്നേഹിച്ചോന്ന്. അപ്പം ദേവയാനി പറയും, ഞാൻ സ്നേഹിച്ചിരുന്നതാണ്, ആ സ്വഭാവത്തിന് മാറ്റം വരുത്തിയത് എൻ്റെ മകൻ തന്നെയാണ് എന്ന് പറയുക. പിന്നീട് ആദർശ അഭിയോട് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അന്നേരം ഇത്തിരി ദേഷ്യത്തിൽ ആദർശ് പറയുന്നുണ്ട്, ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നിൻ്റെ കയ്യിൽ കിട്ടിയാൽ അതെന്നെ താറടിച്ച് കാണിക്കാനുള്ളതാണെങ്കിൽ അത് നീ മാക്സിമം ഉപയോഗപ്പെടുത്തുമെന്ന് എനിക്കിപ്പം മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആദർശ് റൂമിൽ പോയി കിടന്ന് കഴിയുമ്പോഴേക്കും നയന ചന്തുമോളെയും കൊണ്ട് റൂമിലോട്ട് ചെല്ലുക കേട്ടോ. ആദർശിന് ഇഷ്ടമല്ല എന്നറിയാം, എന്നിട്ടും നയന ആ കാര്യം തന്നെ ചെയ്യുവാണ്. ഇത് ജലജ കാണുന്നുണ്ട്. ജലജ ഇത് നേരെ പോയി ദേവയാനിയോട് പറയുന്നുണ്ട്, ഇത്ര ദിവസം അവൾ കിടന്നുറങ്ങിയിരുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമാണ്, ഇന്നിപ്പം അതൊക്കെ മാറ്റിവെച്ച് അവൾ അകത്ത് കയറി കൂടി എന്നിങ്ങനെ പറയുന്നുണ്ട്. അതായത് ആദർശിൻ്റെയും നയനയുടെയും കൂടെ അവർ റൂമിലേക്ക് മാറി എന്നത് ജലജ ദേവയാനിയോട് പറയുന്നുണ്ട്. അത് കേൾക്കുന്നത് ദേവയാനിക്ക് പിന്നെയും ദേഷ്യമൊക്കെ വരാനാണ് സാധ്യത. പിന്നെ കൊച്ചിൻ്റെ നൂലുകെട്ടാട്ടോ, നവ്യയുടെ കൊച്ചിൻ്റെ നൂലുകെട്ടാണ്, പോകാൻ വേണ്ടി എല്ലാവരും റെഡിയാകുമ്പം നയന ചന്തുവിനെയും കൂടെ കൂട്ടും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ചന്തുമോളെ എന്നാണെങ്കിലും മോളുടെ വീട്ടുകാരെല്ലാം കാണും, പക്ഷെ അത് ഇങ്ങനെ ഒരു നല്ല ദിവസം ആകേണ്ട കാര്യമുണ്ടോ, മോളുടെ അച്ഛന് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങൾ.